ഒരിക്കൽ ഞങ്ങളൊരു ഒന്നിച്ചൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ അന്ന് പക്ഷേ പനശരനത് വളരെ കുറച്ച് ആ കവിത ചൊല്ലിയുള്ളൂ. അത് വളരെ മുമ്പ് എഴുതിയാണ്. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ എഴുതി വെച്ചൊരു കവിത വലിയൊരു കാഴ്ചപ്പാടാണ്. ആ പ്രായത്തിൽ അത്രയും വലിയൊരു ഒരു വിഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ ജയൻ്റെ പടമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി പനശരനെ കിട്ടിയപ്പോൾ എനിക്ക് ആ കവിത ഒന്ന് ചൊല്ലി കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമൃത ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ആ കവിത ഒന്ന് ചൊല്ലി കേൾക്കാം. കാരണം അതല്ലെങ്കിൽ ഈ കവിത കേൾക്കാനുള്ളൊരു അവസരം പലർക്കും ഉണ്ടാവില്ല. എനിക്ക് ജയരേട്ടൻ്റെ ഒരു പടത്തിൽ ആണ് ഞാൻ ആദ്യമായി വരുന്നത്, മകൾക്ക് എന്ന സിനിമയിൽ. അത് ഒരുപാട് സാമൂഹ്യ പ്രസക്തിയുള്ള, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളോട് പ്രതികരിക്കുക എന്ന് പറയുന്ന ഒരു കവിയുടെ ധർമ്മമാണ്. അത് എവിടെ അധർമ്മം കണ്ടാലും അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഭഗവാനൊന്നും അല്ല ഞാൻ, എന്നാലും നമ്മൾ എഴുത്തിലൂടെ പ്രതികരിക്കണം. നമുക്ക് പ്രതികരിക്കേണ്ട കാര്യം പ്രതികരിക്കണം. അത് പ്രതികരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അത് കവിത്വം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്, സിദ്ധിയാണ്. ഒരിക്കലും നമ്മുടെ സ്വന്തമൊന്നുമല്ല. ഇപ്പോൾ 50 പുസ്തകം വായിച്ചാൽ കവിത എഴുതാം എന്ന് പറയാൻ പറ്റുമോ? 100 സിനിമ കണ്ട സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു ഡിഗ്രി എടുത്തിട്ട് പോയിട്ട് അത് ചെയ്യാവുന്ന കാര്യമല്ല. സിദ്ധി വേണം. അപ്പം നമുക്കെല്ലാം സിദ്ധിയുള്ളവരായതുകൊണ്ടാണ്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോലും ദൈവം കൊടുത്ത സിദ്ധിയാണ്. നമ്മൾ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത് പാടുക എന്ന് വെച്ചാൽ ദൈവം കൊടുത്താണ് അവർക്ക്. അവരുടെ പിഞ്ച് സ്വരത്തിൽ വരുമ്പോഴാണ് അത്. അല്ലെങ്കിൽ മഴയെക്കുറിച്ച് നമ്മൾ പാടിയിട്ട് എന്താ കാര്യം സാധിക്കണം? അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ സ്വരമാണ്, കുഞ്ഞുങ്ങൾ തന്നതാണ്. അപ്പോൾ അത് ദൈവം എനിക്ക് തന്ന ഒരു സിദ്ധി എപ്പോഴോ എൻ്റെ ഉള്ളിൽ തട്ടിയപ്പോൾ ഞാൻ എഴുതിപ്പോയ ഒരു കവിതയാണ് വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ എന്നൊരു കവിത. ശ്രദ്ധിക്കേട്ടനത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു പാടിയിട്ടുണ്ട്. ചേട്ടനും അറിയാവുന്ന കവിതയാണത്. ചേട്ടൻ എൻ്റെ കവിത ഇഷ്ടപ്പെട്ടിട്ട് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗുരുവാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഞാൻ പ്രജാപതി എന്നാണ് വിളിക്കേണ്ടത്. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഗുരുവല്ല. ഗുരു എന്ന് പറഞ്ഞൊരു സ്റ്റേജ് കഴിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാർ വലിയ ഗുരുക്കന്മാരാകുമ്പോഴാണ് ഒരാൾ പ്രജാപതിയാകുന്നത്. അതൊരു സ്റ്റേജാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇത് 2 കിളികൾ, അത് വേടൻ്റെ വലയിൽ വീണുപോയി. അതിലൊരു കിളി പാടുന്നു എന്നാണ് ഈ കവിതയിലെ സങ്കല്പം. വലയിൽ വീണ കിളികളാണ്, വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം, വെയിലെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ, ഞാനൊടിച്ച കതിര് പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ, വേടനിട്ട കെണിയിൽ വീണു നാം വേർപെടുന്നു നമ്മളേകരായി, കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ, ചാഞ്ഞ കൊമ്പിലന്ന് ശാരികേ ഊഞ്ഞലാടി പാട്ടുപാടി നീ, ചാഞ്ഞ കൊമ്പിലന്ന് ശാരികേ ഊഞ്ഞലാടി പാട്ടുപാടി നീ, നിന്റെ ചിറകിൻ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ, വാണിഭച്ചരക്ക് നമ്മളീ തെരുവിൽ നമ്മൾ വഴിപിരിയോർ, വാണിഭച്ചരക്ക് നമ്മളീ തെരുവിൽ നമ്മൾ വഴിപിരിയോർ, വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ചു ചിറകടിക്കൊല, വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ചു ചിറകടിക്കൊല.
വലയിൽ വീണ കിളികളാണു നാം, വലയിൽ വീണ കിളികളാണു നാം. വലയിൽ വീണ കിളികളാടുന്ന